കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജെ നയനതാര, കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സ്വപ്ന, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ്സി ഫ്രാൻസിസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ CD സിബി, TK പത്മനാഭൻ, TV പ്രജിത്ത്, പ്രനില ഗിരീശൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, നെൽ കർഷകൻ, വനിതാ കർഷക, പച്ചക്കറി കർഷകൻ, ക്ഷീര കർഷകൻ, SC കർഷകൻ, യുവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, മികച്ച പാടശേഖരം, കൃഷി ചെയ്യുന്ന മികച്ച വിദ്യാലയം എന്നീ വിഭാഗങ്ങളിൽ തെരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മേഖലകളിലും സംഘടനകളും ആഘോഷങ്ങളും ഒക്കെ പല മേഖലകളുമുണ്ട്. തൊഴിലാളികൾക്കുണ്ട്, സർവീസ് ജീവനക്കാർക്കുണ്ട്, നിരവധിയായിട്ടുള്ള. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലഘട്ടം വരെ കർഷകരെ ഏറ്റവും അസംഘടിതരായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രാധാന്യം, ഏറ്റവും പ്രാമുഖ്യമുണ്ടായിരുന്ന കർഷകർക്കാണ്. ഇടക്കാലത്ത് കാർഷിക മേഖല വലിയ അവരെ ദുരുപയോഗം ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രീതി നമുക്ക് നിർത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വായു ഒക്കെ കുപ്പിയിൽ വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സിറ്റുവേഷൻ വരുന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് അറിവുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് വിശ്വസിച്ചിട്ടില്ല, അല്ലേ? വിശ്വസിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കത് കാണാൻ കഴിയും. വെള്ളം